CPM പുറത്താക്കിയതിനു പിന്നാലെ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. പാർട്ടിയിൽ ജനാധിപത്യം എന്നത് വെറും പ്രഹസനമാണെന്നും ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസ് പറയുന്നു. വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണെന്നും മനു തോമസ് കുറ്റപ്പെടുത്തി. മിഥുൻ പിള്ള ചേരുന്നു. വിവരങ്ങളുമായി മിഥുൻ പറയും. രോഹിണി, നമുക്കറിയാം നേരത്തെ വലിയ വിവാദമുണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയൊരു വ്യക്തിയായിരുന്നു CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ്. മനു തോമസ് ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളാണ്. ജനാധിപത്യ അവകാശമുണ്ട് എന്നത് ഒരു ഗിമ്മിക്കാണ് എന്നും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസ് പറയുന്നുണ്ട്. നടപ്പാക്കുന്ന തീരുമാനം രാജാവിന്റേതാണ്. ആരാണ് രാജാവ് എന്നും ചോദ്യം. പാർട്ടിയിലെ ജനാധിപത്യ സ്വഭാവത്തെ നിർജീവമാക്കി നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ വിയോജിച്ചാൽ ഭീഷണിപ്പെടുത്തും. തനിക്ക് കീഴ്പ്പെടണമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് പാർട്ടിക്ക് കീഴ്പ്പെടണമെന്ന് പറയുന്നു. തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടായാലും മൃഗീയമായ പൊതുമൗനം അത് അവഗണിക്കുന്നു. ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് മനു തോമസ് തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഘട്ടത്തിൽ തന്നെ P. ജയരാജനെതിരെ അടക്കം രൂക്ഷ വിമർശനവുമായി മനു തോമസ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുതിയ സാഹചര്യത്തിൽ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ടോ? അതുമാത്രമല്ല മിഥുൻ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത്. കാരണം CPMനുള്ളിലെ ഈ അസ്വാരസ്യങ്ങളൊക്കെ മറനീക്കി പുറത്തുവരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടായിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുന്ന ഓരോ പ്രവർത്തകനും പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ട് തന്നെയാണ് പാർട്ടി പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇത് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഒരു കടുത്ത വെല്ലുവിളി തന്നെയല്ലേ? തീർച്ചയായും. കാരണം മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഘട്ടം തൊട്ട് തുടർച്ചയായി പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ്. ആ പശ്ചാത്തലം ഇപ്പോഴുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ P. K. ഗോവിന്ദനും അടക്കം പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം എതിർപ്പുകളൊക്കെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മനു തോമസ് ഇത്തരത്തിലൊരു വിമർശനവുമായി വീണ്ടും രംഗത്ത് വന്നതെന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പാർട്ടിയിൽ ഇക്കാലത്ത് കണ്ടുവരുന്ന പ്രവണത ചില വ്യക്തി കേന്ദ്രീയ നയങ്ങൾ ഈ ക്ഷീണിച്ച ജനാധിപത്യ ഘടനയെ പോലും ദുർബലപ്പെടുത്തുന്നു എന്നതാണ്. തുടർന്ന് ഈ തീരുമാനങ്ങളെ ഒക്കെ തന്നെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണ് എടുക്കുന്നത്. അത് പാർട്ടി തീരുമാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നതടക്കമുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് മനു തോമസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. ഏതായാലും അത് ഈ നിലവിലെ സാഹചര്യത്തിൽ അത് വീണ്ടും ചർച്ചയാക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.